2014 ശേഷം അമ്പലവും പള്ളിയൊന്നും പറയാതെ ആദ്യമായിട്ടൊരു AI സബ്മിറ്റ് ഡൽഹിയിൽ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ മുഴുവൻ എടുത്തു പറയുകയാണെങ്കിൽ സോഷ്യൽ മീഡിയ അല്ല, ലോകത്തിലെ മുഴുവൻ മീഡിയകൾ ഇന്ത്യ രാജ്യത്തിനെ ട്രോളുന്നൊരു സംഭവമായി മാറിയത്. ഒന്നുമില്ല, ആ യൂണിവേഴ്സിറ്റിയുടെ പേര് കേട്ടാൽ തന്നെ എന്താ പറയുക, നമുക്ക് എന്താ ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി, ഫുള്ള് ഗൽഗോട്ടിയ എന്ന് മാത്രമേ സോഷ്യൽ മീഡിയകളിൽ മൊത്തമുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അതിൽ കയറിയിട്ട് നോക്കിയത് എന്താണ് ഇതിൽ സംഭവങ്ങൾ നടക്കണമെന്ന് നോക്കിയപ്പോഴല്ലേ അതിൻ്റെ രസകരമായ സംഭവങ്ങൾ മനസ്സിലായത്. ഒരു 3-4 വർഷം മുന്നേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കോൺഗ്രസ്സിനെതിരെ സമരത്തിന് വേണ്ടിയിട്ട് ഈ യൂണിവേഴ്സിറ്റിയിലെ കുട്ടികളെ കൊടുത്തിരുന്നു. ആരെ കൊണ്ടുവരാൻ നിങ്ങൾക്കറിയാലോ, ഈ യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് UP-യിലാണ്. അപ്പോൾ UP-യിൽ ആരാണ് ഭരിക്കുന്നത്, എന്താണ് അവരുടെ ക്വാളിഫിക്കേഷൻ എന്നൊക്കെ നമ്മൾ നന്നായിട്ട് കാണുന്നതാണ്. അപ്പോൾ ആ പിള്ളേരെ ഡൽഹിയിലേക്ക് കൊടുത്തിട്ട് ആ പ്ലക്കാർഡും എഴുതിക്കണം ഇൻഹെറിറ്റൻസ് ടാക്സ് എന്നൊക്കെ, അതിൻ്റെ സ്പെല്ലിംഗ് അടക്കം തെറ്റായിരുന്നു. അങ്ങനെ മീഡിയക്കാർ വന്നിട്ട് ഇവരോട് ചോദിക്കുകയാണ് നിങ്ങളിത് എന്തിനാണ് വന്നതെന്ന് വെച്ചപ്പോൾ जैसे वेल्थ डिस्ट्रीब्यूशन सर आगे बात करें। मैनिफेस्टो में अभी प्रॉपर तो हमें जानकारी नहीं है, अभी नहीं पता है, बिल्कुल पता है, बट एग्जैक्ट मोटो ऐसे तो बहुत सारे मोटो है, बट कांग्रेस के उस पे ही है हम। से नो टू वेल्थ राइटर, इसका मतलब क्या है? सब बीजेपी को ठीक है, नो प्लेस फॉर अर्बन, पूरा पढ़ के बताइए क्या लिखा है। नो प्लेस फॉर अर्बन मैक्सेल इन विकसित भारत, क्या मतलब? ഈ ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വലിയ കൊമ്പത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവരെന്തിനാണ് വന്നതെന്നറിയില്ല. അപ്പോൾ ഒരു പ്രത്യേക വിഭാഗം ഇവരെ കൊടുത്തിരിക്കുകയാണ് സമരം ചെയ്യാൻ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ഈ വിഷയത്തിൽ ശരിക്ക് പെട്ടെന്ന് എന്താ വെച്ചാൽ മെയിനായിട്ട് 2 കാര്യങ്ങൾ. അതിലത്തെ ഒരു പ്രൊഫസർ ഇങ്ങനെ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നുണ്ട്, ഞങ്ങൾ ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു റോബോട്ടിക് ഡോഗ്, ഇത് ഞങ്ങൾ 350 കോടി ചെലവ് കഴിച്ചിട്ട് ഇവിടെ മറ്റേ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ടെക്നോളജി കൊണ്ട് ഉണ്ടാക്കിയതാണെന്നുള്ളത്. അങ്ങനെ ദൂരദർശൻ്റെ പ്രതിനിധിയാണ് ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്. അത് സോഷ്യൽ മീഡിയയിൽ വന്നു, അതിൻ്റെ ഫാക്ട് ചെക്കിങ്ങിന് വന്ന് സാധാരണ ജനങ്ങൾ അത് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് അത് ചൈനയുടെ പ്രൊഡക്റ്റാണ്. ഇത് ഓൺലൈനിൽ 2 ലക്ഷം റുപ്യ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവം അവിടുത്തെ ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണെന്നും ഇത് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ഇവരിവിടെ ഡൽഹിയിൽ കൊടുത്തിട്ട് ഇത് കാണിച്ചിരിക്കുന്നത്. ലോകത്തെ മുഴുവൻ മീഡിയകളിലും ഇന്ത്യനെ ട്രോളുക. പിന്നെ ഇതേമാതിരി വേറെ ടെക്നോളജി, കൊറിയൻ്റെ ഡ്രോണിൻ്റെ ഒരു ടെക്നോളജി, അത് കൊറിയയുടെ ടെക്നോളജി, അതും ഈ കോളേജിലെ സ്റ്റുഡൻസാണ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവർ അതിന് പേരെടുക്കുക ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി. അങ്ങനെ ആകെ പ്രശ്നമായപ്പോൾ അത് സർക്കാർ ഇടപെട്ട് പൂട്ടി. നമ്മുടെ ചോദ്യം അതൊന്നുമല്ല, നമുക്കറിയാം 2014 ശേഷം ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയാണ് ഭരിക്കുന്ന ആൾക്കാരുടെ ഡിഗ്രി തന്നെ അറിയില്ല. ഇനി അതൊക്കെ പോട്ടെ, ഇതിൻ്റെ മറ്റേ അശ്വിനി വൈഷ്ണവ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഈ മന്ത്രിയുടെ. അദ്ദേഹം IASകാരനാണ്. അദ്ദേഹത്തിനേലും ചെറുതായിട്ടൊന്നും നോക്കണ്ടേ? ഒരു കാര്യം, ഒരു വലിയ സബ്മിറ്റിൽ വേൾഡിൽ നിന്ന് എല്ലാവരും വരുമ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പ്രൊഡക്റ്റാണ് ഇതിൽ പ്രസൻറ്റേഷൻ ചെയ്യുന്നുള്ളത് ഒരു സ്ക്രൂട്ടനൈസിങ് ചെയ്യണ്ടേ? ആ വീഡിയോ നിങ്ങളൊന്ന് നോക്കൂ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു തെർമോക്കോളിൻ്റെ ഒരു ഇതുണ്ടായി. നമ്മളെ കുട്ടികൾ, ചെറിയ കുട്ടികൾ 4ാം ക്ലാസ്സിലും 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ പ്രൊജക്റ്റിന് ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. തെർമോക്കോളിന് കൊണ്ടുണ്ടാക്കുന്ന ഒരു ഫ്ലൈറ്റ്. എന്നിട്ട് അതിൽ ചെങ്ങ ദിഗ്ഗർ എന്നിട്ട് നമ്മൾക്ക് തന്നെ തൊലി ഉരിഞ്ഞു പോരും. നിങ്ങൾക്കോ നാണമാനമില്ല. നമ്മൾ കാണുന്ന ഇന്ത്യക്കാർ 2014 ശേഷമാണല്ലോ അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ വരൽ തുടങ്ങിയത്. ദയവ് ചെയ്തിട്ട് നമ്മൾ ഇന്ത്യക്കാർ എങ്ങനെ നാണം കെടുത്തല്ലേ? അതിന് ഈ ആരോടാണ് ഈ പറയുന്നത്? ഇതൊന്ന് കുറച്ചും മനസ്സിലാവേണ്ടവർക്ക്. ചൈനക്കാർ ട്രോളുന്നത് വേറെ, പാകിസ്ഥാൻകാർ ട്രോളുന്നത് വേറെ, സകല ആൾക്കാരും ഇന്ത്യനെ ട്രോളിങ് കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ. ഇതിൽ രസകരമായ സംഭവം എന്താ വെച്ചാൽ ഈ ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റിയിലാണ് അവിടെ നിന്നാണ് ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകേണ്ട എല്ലാ മെസ്സേജുകളും വരുന്നത്. നുണയെ നേരാന്നുള്ളത് നമുക്കറിയില്ല, ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ടതാണ്. പിന്നെ 2000ൻ്റെ നോട്ടിൽ ചിപ്പ് വന്നു എന്നും പറയുന്നതും ഈ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെന്ന് പറയുന്നുണ്ട്. പിന്നെ കൊറോണക്ക് പാത്രം കൊട്ടിയാൽ അതിൻ്റെ വൈറസ് പോകും എന്നുള്ളത് ഈ യൂണിവേഴ്സിറ്റിയിലെ ഏതോ ഒരു പ്രൊഫസറാണ് ഇത്ര പറഞ്ഞത്. ഇതൊക്കെ ട്രോളാണോ സത്യാവസ്ഥയാണോ എന്നുള്ളത് നമുക്കറിയില്ല. എങ്ങനെ പോയാലും വളരെ മോശകരമായ രീതിയിൽ ഇന്ത്യ എങ്ങനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു യൂണിവേഴ്സിറ്റി, അതിന് പറ്റിയ ഒരു സർക്കാർ, ഇതൊന്നും നോക്കാതെ ഒരു AI സബ്മിറ്റ്, ഇന്ത്യനെ ഇനിയെങ്കിലും ഇങ്ങനെ നാണം കെടുത്തല്ലേ?
നമുക്കൊരു സംസ്കാരം, നമ്മളൊരു കാര്യം കൊണ്ട് നമ്മൾ ആരുടെ മുന്നിലും തല കുനിച്ചിട്ടില്ല. ദയവ് ചെയ്ത് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് ഈ പറയുന്ന ആൾക്കാരോടൊക്കെ ഒന്ന് പറയാനുള്ളത്. വെറും അമ്പലവും പള്ളി ആൾക്കാരെ തമ്മിൽ തല്ലിക്കുക എന്നല്ലാതെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് എങ്ങനെയെങ്കിലും പോകാൻ അതിന് പറ്റുമോ എന്നുള്ളത് എങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അനങ്ങിയ ഗാൽഗോട്ടിയ യൂണിവേഴ്സിറ്റി അതിലെ പിള്ളേർക്കോ നേരെ സംസാരിക്കാൻ അറിയില്ല, എന്താണെന്ന് അറിയില്ല. ഇതിനി അവരുടെ PR മാർക്കറ്റിംഗോ എന്നറിയില്ല. ആ യൂണിവേഴ്സിറ്റി PR മാർക്കറ്റിംഗ് ഇതെല്ലാം അവർക്ക് പിള്ളേർ വരുള്ളൂ. അപ്പോൾ അതിൻ്റെ ഫീസ് കിട്ടാനാണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പോൾ ഇന്നലെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അത് ചെക്ക് ചെയ്തപ്പോൾ കണ്ടു, UP-യിലെ ഒരു ടോള് പിരിക്കുന്ന സ്ഥലത്ത് ഈ ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റിയുടെ പിള്ളേരുടെ ID കാർഡ് കാണിച്ചു കൊടുത്തപ്പോൾ ടോളില്ലാതെ വിട്ടു. അപ്പോൾ ഇതിൻ്റെ ഇനി ഗൽഗോട്ടിയ യൂണിവേഴ്സിറ്റി അവർക്ക് അറിഞ്ഞിട്ടാണോ, ഇനി അതിൻ്റെ ഓണേഴ്സ് അവിടുത്തെ വലിയ വലിയ ആൾക്കാരാണെന്നോ ഒന്നും അറിയില്ല. എന്തെന്നെയായാലും നമ്മൾ ഇന്ത്യ രാജ്യം ഈ ഒരു വിഷയത്തിൽ ലോകത്തിൻ്റെ മുന്നിൽ നാണം കെട്ടു. ചൈന ട്വീറ്റ് ചെയ്ത് എന്താണെന്നറിയോ, ഞങ്ങളുടെ പ്രൊഡക്റ്റ്, ഞങ്ങളുടെ ഡോഗിൻ്റെ പ്രൊഡക്റ്റ് ഇന്ത്യ ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് മാർക്കറ്റ് ചെയ്തെന്നു, ഒരു പൈസയും ചിലവില്ലാതെ നിന്ന്. അപ്പോൾ ഇങ്ങനെയൊന്നും ഒരു അവസ്ഥയിലേക്ക് വരുത്താതെ എങ്ങനെയൊന്നും നോക്കൂ പൊന്നാരൻ്റെ സുഹൃത്തുക്കളെ. നിങ്ങൾക്കൊക്കെ ഇനി എന്നാ നേരം വിളിക്കുക? ഇത് എങ്ങോട്ടാണ് നമ്മുടെ ഇന്ത്യയുടെ പോക്ക്?